തമിഴ്നാട് പൊള്ളാച്ചി വാൽപ്പാറയിൽ ടെമ്പോ ട്രാവലർ നിയന്ത്രണം വിട്ടുമറിഞ്ഞുണ്ടായ അപകടത്തിൽ 9 പേർ മരിച്ചു. മലപ്പുറം പാങ് പാറമൽ GLP സ്കൂളിലെ അധ്യാപകർ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് ചുരത്തിലെ 13ാം ഹെയർപിൻ വളവിൽ അപകടത്തിൽപ്പെട്ടത്. 7 സ്ത്രീകളും 1 കുട്ടിയുമടക്കം 2 കുട്ടികളുമടക്കം അപകടത്തിൽ മരിച്ചിട്ടുണ്ട്. ഹരീഷ് നാരായണൻ വിശദാംശങ്ങൾ നൽകും. ഹരീഷ്, ഏറ്റവും സന്തോഷകരമായി അവർ യാത്ര പോയതാണ്. പക്ഷേ ആ യാത്ര അവസാനിച്ചത് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു വാർത്തയായാണ്. ഈ അപകടം എങ്ങനെയാണ് സംഭവിച്ചത്? വാഹനം നിയന്ത്രണം വിട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. മറ്റു വിവരങ്ങൾ? അഖില, വൈകിട്ടോടെയാണ് ഈ നാടിന് നടക്കിയ ഈ ഒരു ദുരന്തം സംഭവിച്ചത് എന്ന് വേണം പറയാൻ. അത്രത്തോളം സന്തോഷത്തോടുകൂടി വിനോദ യാത്രയ്ക്ക് പോയ സംഘമാണ്, അധ്യാപകരും കുടുംബങ്ങളും അടങ്ങുന്ന സംഘമാണ് ഇത്തരത്തിലൊരു ദുരിത യാത്രയിൽ അവസാനിച്ചത് എന്നുള്ളതാണ്. 9 പേരാണ് മരണപ്പെട്ടത്. മറ്റ് ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റ ആളുകൾ ഇപ്പോഴും അവരുടെ ആ ഒരു തീവ്രനില തരണം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ആ ഒരു ദൃശ്യങ്ങളാണ് ഏറ്റവും വേദനിപ്പിക്കുന്നത്. പലരും ചിന്നിച്ചിതറിക്കിടക്കുന്ന, പലരും അങ്ങിങ്ങായി തെറിച്ചു കിടക്കുന്ന ആ ഒരു ദൃശ്യങ്ങൾ അത് വളരെയധികം ഭയപ്പെടുത്തുന്നതും സങ്കടപ്പെടുത്തുന്നതുമായുള്ള ദൃശ്യങ്ങളാണ്. ആ വാഹനം കണ്ടാൽ അറിയാം, പൂർണ്ണമായും തകർന്നിരിക്കുന്നു. ആളുകൾ റോഡിൽ അങ്ങിങ്ങായി തെറിച്ച് കിടക്കുന്ന ഒരു സാഹചര്യം. പലരും ആ ഒരു കൊക്കയിലേക്ക്, ആ ഒരു വലിയ ആ ഒരു കുഴിയിലേക്ക് വീണ് കിടക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ വലിയ നടുക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് മണിക്കൂറുകൾക്ക് മുൻപ് പുറത്തു വന്നത് എന്നുള്ളതാണ്. ഇത് പ്രാഥമികമായി പോലീസ് പറയുന്നത് വാഹനത്തിന്റെ നിയന്ത്രണം നിലച്ചു എന്നുള്ളതാണ്. അതായത് കോയമ്പത്തൂർ വാൽപ്പാറ സബ് ഡിവിഷൻ പരിധിയിലുള്ള ഹെയർപിൻ ബെൻഡിൽ വെച്ചാണ് ഇത്തരത്തിൽ വാഹനത്തിന് നിയന്ത്രണം നഷ്ടമാവുകയും അത് വലിയ ഒരു കുഴിയിലേക്ക്, ഹെയർപിൻ ബെൻഡുകൾ നമുക്കറിയാം, അതിന് മുകളിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ആ ഒരു പതനത്തിന്റെ ആഘാതത്തിൽ വാഹനം പൂർണ്ണമായി തകരുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ഈ 9 പേര് മരണപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയത്. അത് വലിയ വളവുകളും തിരിവുകളും ഹെയർപിൻ ബെൻഡുകളുമുള്ള ഒരു സ്ഥലമാണ് വാൽപ്പാറ. നമുക്കറിയാം, അത്തരത്തിലുള്ളൊരു പ്രദേശമാണ്. അവിടെ വെച്ചാണ് ഈ വാഹനം നിയന്ത്രണം വിട്ട വലിയ ഒരു കുഴിയിലേക്ക്, അല്ലെങ്കിൽ വലിയ താഴ്ചയിലേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ്. ഈ വാഹനം ഓടിച്ചിരുന്ന വ്യക്തി മുഹമ്മദ് ഫാസിത്ത് എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു. 21 വയസ്സുള്ള മുഹമ്മദ് ഫാസിത്ത് എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു വാഹനം ഓടിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ പക്കൽ നിന്നും ഈ ഒരു വാഹനം നിയന്ത്രണം വിട്ട വലിയ ഒരു താഴ്ചയിലേക്ക് പതിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. ഈ പതനത്തിന്റെ ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് പോലീസിനെയും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരെയും വിവരം അറിയിച്ചത്. ഉടനെ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു. പക്ഷേ ഈ പറഞ്ഞ 8 പേർ ഇതിൽ സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് മരണപ്പെടുന്ന ഒരു സാഹചര്യമാണ്. മറ്റൊരാൾ ഈ ആശുപത്രിയിലേക്കുള്ള യാത്രക്കിടെയാണ് മരണപ്പെട്ടത്. ഇവരെ പൊള്ളാച്ചിയിലുള്ള, ഇതിനടുത്തുള്ള പട്ടണമാണ് പൊള്ളാച്ചി. പൊള്ളാച്ചിയിലുള്ള സർക്കാർ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. ഒരാൾ ആ വഴിയിൽ തന്നെ, കൊണ്ടുപോകുന്ന വഴിയിൽ തന്നെ മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. മറ്റ് 8 പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയാണ്. പെരിന്തൽമണ്ണ സ്വദേശികളായിരുന്നു ഇവർ. മലപ്പുറത്തു നിന്നും പെരിന്തൽമണ്ണയിൽ നിന്നും വിനോദ സഞ്ചാരത്തിന് എത്തിയ ആളുകളാണ്. ഈ വാൽപ്പാറയിൽ എത്തിയപ്പോഴാണ് ഈ ഒരു ഇത്തരത്തിലുള്ളൊരു ദുരന്തം സംഭവിച്ചത് എന്നുള്ളതാണ്. നാട്ടുകാരുടെയും അതുപോലെ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയൊക്കെ കൃത്യമായ ഇടപെടൽ കൊണ്ടാണ് ആളുകളെ രക്ഷാപ്രവർത്തനത്തിന് സഹായിച്ചത്. ആളുകളെ രക്ഷിക്കാനും ഈ പരിക്കേറ്റവരെ ഉടനെ തന്നെ ഈ ഇവിടെയുള്ള സർക്കാർ ആശുപത്രിയിലേക്ക്, പൊള്ളാച്ചിയിലുള്ള സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റാനും സാധിച്ചതിൽ ഇപ്പോഴും ചിലരുടെ നില ഗുരുതരമായി തുടരുന്ന ഒരു സാഹചര്യമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഉയരാനടക്കം സാധ്യതയുണ്ടോ എന്നുള്ളത് വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ്. എന്തായാലും നിലവിൽ ഈ മരിച്ച ആളുകളുടെ മൃതദേഹം അത് പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിട്ടുണ്ട്. കൃത്യമായി പറയുകയാണെങ്കിൽ പുലാമന്തോൾ സ്വദേശിനി അജിത, അതുപോലെ പാങ് സ്വദേശിനി റംല, പാങ് സ്വദേശി സുഹറ, പാങ് സ്വദേശി ആശ, പാങ് സ്വദേശിയായ മജീദ്, അതുപോലെ തന്നെ പാങ് സ്വദേശിനി സാജിദ, പാങ് സ്വദേശിനി ഷക്കീല, അധ്യാപിക ആയിരുന്ന ഷക്കീല, അതുപോലെ ഡ്രൈവറായിരുന്ന ആള്, പിന്നെ ഈ നൌഷാദ്. ഇത്രയും പേരാണ് ഇപ്പോൾ മരണപ്പെട്ടത് എന്നുള്ളതാണ്. വളരെയധികം ആ ഒരു നാടിനെ മൊത്തം ദുഃഖത്തിലാഴ്ത്തുന്ന രീതിയിലുള്ള ഒരു ദുഃഖകരമായ വാർത്ത അതാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഇവരുടെ മൃതശരീരങ്ങൾ ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിട്ടുണ്ട്. പരിക്കേറ്റവരെ പൊള്ളാച്ചിയിലെ സർക്കാർ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. ഈ ഒരു പ്രദേശം അത് ഈ ഹെയർപിൻ വളവുകൾ ആയതിനാൽ തന്നെ ഇടുങ്ങിയ റോഡും ഈ വലിയ വളവുകളും ഒക്കെയുള്ള പ്രദേശമാണ്. ഒരു ടെമ്പോ ട്രാവലറിലായിരുന്നു ഇവർ സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. ഈ ഒരു ഹെയർപിൻ ബെൻഡിലെത്തിയപ്പോൾ വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് അത് താഴ്ചയിലേക്ക് പതിച്ചാണ് ഈ ഒരു അപകടം സംഭവിച്ചത് എന്നാണ് പോലീസിൻ്റെയൊക്കെ പ്രാഥമികമായുള്ള വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഇതൊരു അപകടം പിടിച്ച മേഖല കൂടിയാണ്. ഈ ഹെയർപിൻ ബെൻഡ് എന്ന് പറയുമ്പോൾ അത്
വളരെയധികം ശ്രദ്ധ വേണ്ട ഒരു സ്ഥലം കൂടിയാണ് വാഹനം ഓടിക്കുമ്പോൾ. ഈ ഒരു പ്രദേശത്താണ് ഇത്തരത്തിൽ വലിയ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. എന്തായാലും മനസ്സിലാക്കുന്നത് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരടക്കം കേരളത്തിൽ നിന്നും ഇതിൻ്റെ കൂടുതൽ അന്വേഷണത്തിനായി ഇങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. പൊള്ളാച്ചിയിലേക്കും അതുപോലെ തന്നെ വാൽപ്പാറയിലേക്കും പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവരുടെ കുടുംബങ്ങളെയൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ട്. ഈ മൃതദേഹങ്ങളെല്ലാം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബങ്ങൾക്ക് കൈമാറുമെന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ബന്ധുക്കളെ എത്രയും പെട്ടെന്ന് വിളിച്ചു വരുത്തേണ്ട സംവിധാനങ്ങളെല്ലാം തന്നെ ഹരീഷ്, ഇപ്പോൾ കോയമ്പത്തൂർ കളക്ടർ പവൻകുമാറിന്റെ പ്രതികരണം കൂടി കേൾക്കാം. சாயங்காலம் 5 மணி அளவில் வால்பாறை டு பொள்ளாச்சி சாலையில் இருக்கிற 13வது ஹெர்பின் பெண்டில் வந்து KL 11 AM 7288 என்கிற கேரளா மாநிலத்தை சேர்ந்த வாகனம் வந்து விபத்தடைந்தது. அதில் வந்து மொத்தம் 13 பேசஞ்சர்ஸ் இருந்தாங்க. அதில் 8 பெண்கள் 5 ஆண்கள். ஸோ அந்த விபத்தில் நடந்த உடனே தகவல் வந்த உடனே தீயணைப்புத்துறை, நம்ம ஹெல்த் டிபார்ட்மெண்ட், வருவாய்த்துறை, காவல்துறை உள்ளிட்ட அனைத்து துறை சார்ந்த அதிகாரிகள் உடனுக்குடன் இந்த இடத்துக்கு சென்று ரெஸ்கியூ ஆப்ரேஷன்ஸ் வந்து உடனுக்குடன் வந்து துவங்கப்பட்டது. அதில் കോയമ്പത്തൂർ കളക്ടറുടെ പ്രതികരണമാണ് കേട്ടത്. അപകടത്തെ സംബന്ധിച്ച് അദ്ദേഹം പറയുകയായിരുന്നു. 8 സ്ത്രീകളും 5 പുരുഷന്മാരും അടങ്ങിയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു.